നമസ്കാരം. റിസ്ക് എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ത്രില്ലാണ് സാറേ. തിങ്കളാഴ്ച രാത്രി 10:30 മണിയോടുകൂടി 4 കിലോ കഞ്ചാവ് സ്കൂട്ടറിൽ കടത്താൻ ശ്രമിക്കവേ എക്സൈസിന്റെ പിടിയിലായ സുനിൽകുമാറിന്റെ ഈ ചോദ്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു കളഞ്ഞു. എക്സൈസ് ഉദ്യോഗസ്ഥർ സുനിൽകുമാറിനോട് ചോദിച്ചു, ജനങ്ങൾ ജാഗ്രത പാലിക്കുകയാണ്, പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്, എക്സൈസ് വട്ടമിട്ട് പറക്കുകയാണ്, ഇതിനിടയിൽ ഇത്രയും ഭീമമായ രീതിയിൽ കഞ്ചാവ് കടത്താൻ തനിക്കൊക്കെ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? അതിന് പ്രതി നൽകിയ ഉത്തരമാണ്, റിസ്ക് എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ത്രില്ലെന്ന്. ഇപ്പോൾ നല്ല വില കിട്ടും സാറേ. നേരത്തെ ചെറിയ പാക്കറ്റിന് 100 രൂപയും 150 രൂപയ്ക്കും വിറ്റിരുന്ന ഞങ്ങൾക്ക് ഇന്ന് 200 250 രൂപയ്ക്കും വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അല്പം റിസ്ക് എടുത്താൽ ഒത്തിരി ലാഭം കൊയ്യാൻ സാധിക്കും. ഇതൊരു കഞ്ചാവ് കടത്തുകാരന്റെ ആത്മവിശ്വാസമാണ്. ഈ നിയമത്തോടുള്ള പുച്ഛമാണ്. എന്ത് ചെയ്താലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ കോടതി ഞങ്ങളെ വിട്ടയക്കുമെന്നുള്ള വിശ്വാസമാണ്. തിങ്കളാഴ്ച രാത്രി 10:30 മണിയോടെയാണ് സുനിൽകുമാർ കോയിപ്പാടി മാവിനക്കട്ടയിൽ കഞ്ചാവുമായി സ്കൂട്ടറിലെത്തിയത്. കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ജോയ് ജോസഫ് സാറിന് കിട്ടിയ രഹസ്യ വിവരപ്രകാരം വാഹന പരിശോധനയ്ക്കിടയിൽ കുമ്പള മാവിനക്കട്ട എന്ന സ്ഥലത്ത് വെച്ച് ആണ് സുനിൽകുമാർ എന്ന പ്രതി സ്കൂട്ടിയിൽ വരികയും ഇയാനെ തടഞ്ഞ് പരിശോധിച്ചതിൽ 4 കിലോ ചില്ലറ കഞ്ചാവ് കണ്ടെടുക്കുകയും ഇയാനെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളൂ. എക്സൈസ് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് കർണാടക കാസർഗോഡ് അതിർത്തിയിലെ ടോൾ ബൂത്തിൽ വെച്ച് അവിടെ വെച്ചാണ് ഈ കഞ്ചാവ് സുനിൽകുമാർ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കാത്ത വ്യക്തി കൈമാറിയത്. ഇയാനെ ചോദ്യം ചെയ്തതിൽ തലപ്പാടിയിൽ വെച്ചാണ് കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞത്. വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പിടികൂടിയതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കുംബ്ല ടൗൺ കേന്ദ്രീകരിച്ച് മാത്രം വിതരണം ചെയ്യാനുള്ള കഞ്ചാവാണ്. അവിടെ ഒരു ഏജന്റ് ഉണ്ട്, അദ്ദേഹത്തിന് കൈമാറാനുള്ള കഞ്ചാവാണ്. നോക്കണേ, പോലീസിന്റെ പരിശോധനയും എക്സൈസിന്റെ പരിശോധനയും പൊതുജനവും ഇത്രമാത്രം ജാഗ്രത പുലർത്തിയിട്ടും ഇവരൊക്കെ ലഹരി കടത്താൻ തയ്യാറാകുന്നതിന്റെ ധൈര്യം, ഇതെല്ലാം ഇത്രയുള്ളൂ എന്നുള്ള അവരുടെ തോന്നലാണ്. ആ തോന്നൽ മാറ്റാനുള്ള നിയമനിർമ്മാണമാണ് നടത്തേണ്ടത്. ഈ ജനമൈത്രി എന്നുള്ളത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടവരോട് മാറ്റിവെക്കണം. അല്പം ക്രിയകളൊക്കെ അവരുടെ ശരീരത്തിൽ നടത്തിയാൽ ഇത് ആർക്കാണ്, എവിടെ നിന്നാണ്, എന്താണ് എന്നൊക്കെ കൃത്യമായി പറയിപ്പിക്കാൻ സാധിക്കും. അത്തരം ക്രിയകൾ നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ച് സിസ്പാക്കായി മാറിയ, അസ്ഥികൂടമായി മാറിയ ആളുകളിൽ ചിലരൊക്കെ 1-2 തട്ടിപ്പോകും. അന്ന് പ്രതിഷേധവുമായും പ്രതിരോധവുമായും രാഷ്ട്രീയ പാർട്ടികളോ പൊതുജനമോ മുന്നോട്ട് വരാൻ പാടില്ല. അങ്ങ് പോട്ടേന്ന് വെക്കണം. കാരണം ഈ ഒരു മനുഷ്യൻ കാരണം നാട്ടിലുള്ള 100 കണക്കിന് കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെടുന്നത്. ആ 100 കുടുംബങ്ങളാണ് തകരുന്നത്, ആ നാടാണ് തകരുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി 1-2 ക്രിയകൾ നടത്തുമ്പോൾ തട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് അങ്ങ് ഇല്ലാതാക്കാനുള്ള പ്രചോദനമല്ല. പക്ഷേ ഈ കഞ്ചാവ് കടത്തുകാർ, ലഹരി വിൽപ്പനക്കാർ കാട്ടുന്ന ഈ ആത്മവിശ്വാസം കാണുമ്പോൾ 1-2 കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പോകുകയാണ്. 4 കിലോ കഞ്ചാവുമായി സുനിൽകുമാറിനെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് ജെ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PKV സുരേഷ്, പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, C അജീഷ, CEO-മാരായ TV അതുൽ, K സതീശൻ, സജിന, ഡ്രൈവർ സജീഷ് എന്നിവരും ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.